ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ മാർച്ച് 8 വനിതാ ദിനത്തില് ഒരു സ്ത്രീയുടെ വിജയത്തിന്റെ നാന്ദിയാണെന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം കണ്ടിരുന്നു. അവര് ലക്ഷദ്വീപിൽ ജോലി ചെയ്തിരുന്ന ഒരു അധ്യാപികയാണെന്ന് അതിനകത്ത് കണ്ടത്. കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ എനിക്കൊന്ന് കാണണം എന്ന് തോന്നി. അങ്ങനെ കോട്ടയം കുമരകത്താണ് ഒരു മ്യൂസിയം. ആ മ്യൂസിയത്തിൽ അവരുടെ മാത്രം എഫേർട്ടാണ് അതിന് പിന്നിൽ. എനിക്കതൊന്ന് കാണണമെന്ന് തോന്നി. ബാക്കി കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് അവരും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഓക്കെ. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൽ ധീര വനിതകളില്ലെന്ന് നമ്മളോട് ആരാ പറഞ്ഞേ? ഒരു സാധാരണ സ്ത്രീക്ക് ലോക റെക്കോർഡിൽ ഇടം പിടിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ച ഒരു അഗ്നിജ്വാലയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. കണ്ടില്ലേ, ഞാൻ ഫസ്റ്റ് ആണ് അവരെ മീറ്റ് ചെയ്യുന്നത്. ഗൂഗിളിൽ നിന്ന് കണ്ടിട്ട് വന്നതാണ്. ഹിസ്റ്ററി ഒക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു ആൻസൈറ്റി തോന്നി. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയണം, നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളിൽ ആര് എപ്പോൾ കോട്ടയത്ത് വന്നാലും ഉറപ്പായിട്ടും കുമരകത്ത് വരണം. നമ്മുടെ ജ്വാലയുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യണം. അവരാരാണ്, എന്താണ് പേര്, എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ഇതിലേക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നിയത് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മാം തന്നെ നമ്മളോട് പറയും. ഓക്കെ. ഇതിനകത്ത് കയറി കഴിഞ്ഞാണ് വേൾഡ് റെക്കോർഡിലായില്ല, ദ ലാർജസ്റ്റ് റിക്രൂട്ട് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഇൻ ദ വേൾഡ് ആയി. അത് കഴിഞ്ഞ കോവിഡ് വന്നു 2.5 years ക്ലോസ് ചെയ്യേണ്ടി വന്നു, അടച്ചിട്ടു. അത് സേവ് ചെയ്തോ? So in India, only from Andamans we are able to collect this fossilized sculptures because rosewood has to fall off from the banks of Andamans. Only rosewood is there. മലയാളത്തിൽ പറഞ്ഞു. ഇനിയും ബാക്കി മലയാളത്തിൽ. ഇംഗ്ലീഷിലാകുമ്പോൾ ചില വാക്കുകൾ എക്സ്പ്രസ് ചെയ്യാൻ എളുപ്പമാണ്, എഫക്റ്റീവായിട്ട്. കുഴപ്പമില്ല, നമ്മുടെ കാണുന്നത് മലയാളികളാണ്. എന്നാ പറഞ്ഞു ശരി ശരി. എന്നാ ആദ്യം ഇവിടെയുള്ള ശില്പങ്ങളെല്ലാം ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങളുടെ അടുത്തുനിന്ന് ഓരോ ചെറിയ സുനാമി അടിക്കുമ്പം കളക്ട് ചെയ്ത് 25 വർഷത്തെ പ്രയത്നത്തിന്റെ ഫലങ്ങളാണ്. ഒരു സുനാമിക്ക് 1 2 കൂടുതൽ കിട്ടുകയില്ല. ഔട്ട് ഓഫ് തൗസൻഡ്സ്, ആയിരങ്ങളുടെ ഇടയിൽ 1 2 ആയിരിക്കും ശില്പരൂപമുള്ളത്. അത് ആവശ്യമില്ലാത്ത ബ്രാഞ്ചുകളോടെ വെള്ളത്തിൽ തിരിഞ്ഞോ മറിഞ്ഞോ ചെരിഞ്ഞോ കിടക്കുമ്പോൾ അത് ശില്പമാണെന്ന് നമുക്കൊരു വിഷൻ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ വലിയൊരു ഗ്രൂപ്പ് ഇതിന് വേണ്ടിയിട്ട് എപ്പോഴും വിജിലന്റ് ആയി നിൽക്കണം അല്ലേ? വേണ്ട, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ആർക്കും ഇതുവരെ പറ്റില്ല. ഇൻ ആൻഡമാൻസ് ഓൾസോ there is no museum. This is the first and last museum of India of this type. This is the gift of Lord Almighty. മനസ്സിലായോ? ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹങ്ങള് എർത്ത് ബെൽറ്റിന്റെ അടുത്തായതുകൊണ്ട് ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം അവിടെ ഭൂമി ഉൽക്കം വരും. ഭൂമി ഉൽക്കത്തിനെ ഫോളോ ചെയ്ത് എവിടെ മാക്സിമം കുലുങ്ങോ അവിടെയാണ് ചെറിയ സുനാമി. ആ സുനാമി അടിക്കുന്നിടത്തെ ആ ഫോഴ്സിൽ മാത്രമേ ഫോസിലൈസേഷൻ കഴിഞ്ഞ ശില്പങ്ങൾക്ക് പൊങ്ങാൻ പറ്റുള്ളൂ. സാധാരണ ഹൈ ടൈഡ് ലോ ടൈഡിൽ പൊങ്ങുകയല്ല. അതുകൊണ്ടാണ് ഓൺലി ഫോർ ആൻഡമാൻസ്. കടലിന്റെ അടിയിലുള്ളതായിരുന്നോ? സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇത് പൊങ്ങണ്ടു. മനസ്സിലായോ? റോസ്വുഡ് ഈസ് ദ ഹാർഡസ്റ്റ് വുഡ് ഇൻ ദ വേൾഡ്. ആൻഡ് റോസ്വുഡ് ട്രീസ് എല്ലാം മണ്ണൊലിപ്പ് കൊണ്ട് വീണ് കഴിഞ്ഞാല് കൊടുങ്കാറ്റൊക്കെ അടിക്കുമ്പോൾ റൂട്ടുകൾ ഡ്രിഫ്റ്റഡ് ആയിട്ട് വെള്ളത്തിലോട്ട് പോകും. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം 572 ദ്വീപസമൂഹമാണ്. ദ്വീപുകൾ തടഞ്ഞു നിർത്തുന്നത് ചെറിയ സുനാമി അടിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അവിടുന്ന് മാത്രമേ പൊങ്ങുള്ളൂ. ഇഫ് ഇറ്റ് ഇസ് നോട്ട് ബ്ലോക്ക്, തടഞ്ഞില്ലെങ്കിൽ അത് മെയിൻ സ്ട്രീം ഓഫ് ദ ഓഷനിലോട്ട് പോകും. പിന്നെ അതിന്റെ അഡ്രസ് ഇല്ല. ബ്ലോക്ക് ചെയ്താല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ആ അടി വരുമ്പോഴേ ഇത് പോകുള്ളൂ. ഞങ്ങൾ ആൻഡമാൻസിൽ 31 വർഷം ഉണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് ചീഫ് എഞ്ചിനീയർ ആയിട്ട് അവർ വർക്ക് ചെയ്ത്. He the one who was designed the first concrete harbour structure in Andamans. First B.Tech M.Tech path of NIT Surathkal and specialized in harbour engineering at Cardiff in UK. ഞാൻ അവിടുത്തെ മോഡൽ സ്കൂൾ ഓഫ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ മോഡൽ സ്കൂളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറായിട്ട് ജോലി ചെയ്തത്. ഞാനെൻ്റെ കൊച്ചുമായിട്ട് ഇങ്ങനെ തിരക്കകത്ത് കളിച്ചപ്പോൾ ആക്സിഡന്റലി ഒരു മങ്കിയുടെ രൂപം എനിക്ക് മനസ്സിലായി. അതിനകത്ത് വെള്ളത്തിൽ ആയിരങ്ങൾ കിടക്കുന്നതിൽ ഒരെണ്ണം മങ്കി പോലെ. ഞാനത് ഡ്രാഗ് ചെയ്ത് വീട്ടിൽ കൊടുക്കും. അന്നേരം അൺവാണ്ടഡ് ബ്രാഞ്ച് എല്ലാം കളഞ്ഞാല് മങ്കിയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് ജീവജീവന്റെ ഭാര്യയ്ക്ക് വേറെ പണിയൊന്നുമില്ല. ഹിന്ദിയിൽ അവർ പറയുന്നത് ദൂസറ കാമനെ കീച്ചറുണ്ടാക്കി ഗുണ്ടിയാണ്. മനസ്സിലായി? പക്ഷെ വീട്ടിൽ കൊണ്ടുവന്ന് അൺവാണ്ടഡ് ബ്രാഞ്ച് എല്ലാം മാറ്റി കഴിഞ്ഞപ്പം എവരിബഡി അപ്രീഷിയേറ്റഡ് മങ്കി.
പിന്നെ എന്റെ ഹോബി ആയിട്ട് മാറി. ഇതെല്ലാം ഒരു ആക്സിഡന്റ് ഓഫ് ലോഡ് മാൻ. എത്രയോ ആളുകൾ ആൻഡമാനിൽ താമസിച്ചു. ഹൗ മെനി ലിവ്ഡ് ഇൻ ആൻഡമാൻ? സ്റ്റിൽ പീപ്പിൾ ആർ ലിവിംഗ്, ബട്ട് there is no museum in Andaman. It's a real gift of Lord. അന്നേരം ഇത് കളക്ട് ചെയ്യുമ്പോൾ മ്യൂസിയം ആവുന്ന പ്രത്യേകിച്ച് ഇതിനോടൊരു ക്രേസ് ഒന്നും തോന്നിയതല്ല, ഇങ്ങനെ ആക്സിഡന്റലി കിട്ടി. പിന്നെ അൺവാണ്ടഡ് ബ്രാൻഡെല്ലാം ഹാക്സോ ബ്ലേഡ് ഉണ്ട് വീട്ടിൽ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉണ്ട് ഹാക്സോ ബ്ലേഡ്. അതുകൊണ്ടെല്ലാം വേണ്ടാത്തൊക്കെ മുറിച്ച് കളഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു ഡിറ്റർമിൻഡ് സ്വഭാവമാണ്. അതുകൊണ്ട് കളഞ്ഞേ പറ്റുള്ളൂ. ബാക്കി അത് എല്ലാം കുറേ ദിവസങ്ങൾ കൊണ്ടെല്ലാം മാറ്റി കഴിഞ്ഞപ്പം റിയൽ മങ്കി എല്ലാവരും അപ്രീഷിയേറ്റ്. അത് കഴിഞ്ഞപ്പം whenever there was a hit of small tsunami അടിച്ചാൽ ആ ഏത് ദ്വീപിലിട്ട് അടി വരുമോ ആ ദ്വീപിലുള്ള ഹാർബറിന് ഡാമേജ് വരും. ഉടനെ വയർലെസ് മെസ്സേജ് വരും ചീഫ് എഞ്ചിനീയർക്ക്, ഇൻസ്പെക്ട് ദ ഡാമേജ്, റെക്ടിഫൈ ദ ഡാമേജ് ബിഫോർ ദ അറൈവൽ ഓഫ് എ ഷിപ്പ്. സോ യു ഹാവ് ടു മൂവ് വിത്ത് എ ടീം. ഞാൻ 2 ദിവസം കഷ്ട ലീവ് എടുക്കും. ഐ യൂസ് ടു ബി ദെയർ ഇൻ ടൈം ടു ഫിക്സ്. അങ്ങനെ 25 വർഷത്തെ പരിശ്രമമാണ് 140 ശില്പങ്ങൾ കളിച്ചത്. പിന്നീട് ആ വിഷയത്തോടൊരു ക്യൂരിയോസിറ്റി തോന്നി അല്ലേ? അല്ല, പിന്നെ എനിക്ക് പിന്നെ കളക്ട് ചെയ്യണം. കാരണം ഞങ്ങൾ ഗവൺമെന്റ് സർവൻസ്, ഞങ്ങളുടെ കയ്യിൽ ഒത്തിരി പൈസ ഒന്നുമില്ല, നിർത്തിയില്ല എന്ന് പറയാൻ. കാരണം എൻ്റെ ഫാദറിലും ബെഡ്രിഡനാണ്, ഹോം നേഴ്സായി. ഒരു ബുക്ക് ചെയ്ത് കൊടുക്കാൻ ഒരാൾ, വാച്ച്മാൻ, 3 പേരെ അവരെയൊക്കെ കാര്യങ്ങൾ നോക്കണം. ഇത് വി ഡോണ്ട് ഹാവ് മച്ച് മണി. സോ യുണീക്ക് കാര്യങ്ങൾ എൻ്റെ ഇവിടുത്തെ വീട് ബ്യൂട്ടിഫൈ ചെയ്തിട്ട് ആൻഡമാൻസിലെ ബ്ലസ്ഡ് മലേഷ്യൻ ലൈഫിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ആൻഡമാൻ ഹോം എന്ന് അതിന് പേര് കൊടുക്കണം നോക്കിയാൽ എൻ്റെ പ്രവർത്തനം. ബട്ട് ലോർഡ് ഹാഡ് ഹിസ് പ്ലാനിങ് മാ. അത് കഴിഞ്ഞ് 140 ശില്പം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലക്കിലി ഐ മെറ്റ് ആൻ ആർട്ടിസ്റ്റ് രവീന്ദ്രനാഥ് ടാഗോർ അറ്റ് ഗാലറീസ് കോമ്പറ്റീറ്റർ. അയാൾ അത് കണ്ടിട്ട് പറഞ്ഞു, മാഡം ഡോണ്ട് കീപ് ഇറ്റ് അറ്റ് ഹോം, സ്റ്റാർട്ട് എ മ്യൂസിയം ഫോർ ദ ആർട്ട് ഓഫ് ദ വേൾഡ്. ദീസ് ആർ പ്രൈസ്ലെസ് ഇൻക്രെഡിബിൾ. അങ്ങനെ ഞങ്ങൾ കൊമരോട്ട് തുടങ്ങി. ഈ റിട്ടയർഡ് ആയിട്ട് വോളണ്ടറിലി റിട്ടയർമെന്റ് സ്റ്റാർട്ട്. അയാളന്ന് പറഞ്ഞു, ഇത് ഫോസിലൈസ്ഡ് ശില്പങ്ങളെന്ന് മനസ്സിലാക്കണേ, ഓൺലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസിലി. ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ കൊച്ചു പറഞ്ഞ പോലെ സെയിം സോക്കണേ. അന്നേരം പറഞ്ഞു, ആദ്യം നിങ്ങൾ തുടങ്ങുമ്പം എല്ലാവർക്കും മനസ്സിലാവുകയില്ല, ഫോസിൽ എന്നാന്നുള്ളതൊന്നും അറിയാമല്ലോ, ദാറ്റ് ഈസ് ബിയോണ്ട് ഓർഡിനറി തിങ്കിങ്. അന്നേരം നിങ്ങളുടെ മ്യൂസിയം അടുത്ത വലിയ ഫേമസ് ഹോട്ടലിൻ്റെ അടുത്താന്നൊക്കെ പറയും. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പം നിങ്ങളുടെ മ്യൂസിയത്തിൻ്റെ അടുത്താണ് ആ ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ദിവസം വരും. Now a time has come. This is world record. This is unique in the world. അത് പിന്നെ It's a miracle of Lord, nothing else. അന്നേരം ഇവിടെ തുടങ്ങി. ഇവിടെ വന്ന് കാണുന്ന ഓരോ ടൂറിസ്റ്റും വളരെ ഇംപ്രസ്ഡ് ആയിരുന്നു. അവർക്ക് യുണീക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർ ഇമെയിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുമായിരുന്നു. അതിന് ഇംപ്രസ് വലിയ ആളുകളൊക്കെ. അങ്ങനെ മോസ്റ്റ് ഇന്നോവേറ്റീവ് ടൂറിസം അവാർഡ് കിട്ടി നമുക്കങ്ങനെ മോസ്റ്റ് ഇന്നോവേറ്റീവ് അവാർഡ്, ടൂറിസം അവാർഡ്. കണ്ടോ, ഉമ്മൻചാണ്ടി സാർ തരുന്ന അവാർഡ്. ഫോട്ടോ നമുക്ക് പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മോസ്റ്റ് ഇന്നോവേറ്റീവ് ടൂറിസം അവാർഡ് കിട്ടി. അത് കഴിഞ്ഞപ്പോഴത്തേന് അമേരിക്കയിൽ നിന്നുള്ള ഫേമസ് പ്രൊഫസർ ലൂയിസ് കെൻറ്റക്കി ഇവിടെ വന്നു. അയാളുടെ എഴുത്തുകളാണ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത്. Like Newton observing the apple fall and finding gravity, gives us the ability to see further than all of us and discover nature's work and present to us in the form of drifting wood sculptures. Professor Lewis ഭയങ്കര ഫേമസ് ആളാണ്. അയാളുടെ എഴുത്തുകൾ കണ്ടപ്പോഴത്തേന് അമേരിക്കയിലെ ഫേമസ് ശില്പകാരനാണ് ജോസഫ് വീലർ. ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, ഡോക്ടറേറ്റുകാരനാണ് ശില്പകലയിലെ. അയാൾക്ക് പേഴ്സണലി ശില്പങ്ങൾ കാണുന്നൊരു inspiration. He landed here and he drew my head and eyes, wonderful eyes with exclamatory mark ഇട്ടിട്ട് പറഞ്ഞു, നെക്സ്റ്റ് ഇയർ യു ബി ഇൻ ദ ലിംഗം കോൺകോൺ. അയാൾ അതിൻ്റെ കണ്ണും തലയും മറിച്ച് എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേൾക്കാൻ തുടങ്ങിയത് റിട്ടയർഡ് DGP അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞിട്ടാണല്ലോ. ആക്ച്വലി ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡമ്മി അല്ല കേട്ടോ, റിയൽ പ്രൊഫസറാണ് ഈ സൈൻ ചെയ്തിരിക്കുന്നത്. അതെ, അയാൾ പറഞ്ഞു നെക്സ്റ്റ് ഇയർ യു ബി ഇൻ ദ ലിംഗം റെക്കോർഡ്. ലിംഗാബുക്ക് റെക്കോർഡായിട്ട് ലിംഗാബുക്ക് കണ്ടിട്ട് ഇന്ത്യ ബുക്ക് ഒരു ഇമെയിൽ തന്നു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇതൊന്നും നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ അവർ റെക്കോർഡ് ഇന്ത്യ ബുക്ക് റെക്കോർഡ്സ്. എങ്ങനെയാണ് പിടിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിൽ ഒരു ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അവിടെ ഒരു പ്രൊഫസറുണ്ട്,
കുറേ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുട്ടികൾക്ക് കിഴക്കോട്ട് മാത്രം നോക്കിയിരുന്ന് പഠിക്കുന്ന കുട്ടികൾ വളരെ ബ്രെയിനി ആയിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ആ സമയത്ത് അവിടെ അങ്ങോട്ടും നോക്കി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ മാത്രം ടോപ്പ് സ്കോററാണ്, മറ്റുള്ളവരൊക്കെ ഫെയിലുവറായി. അതിന് കാരണം അമേരിക്കയിലെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ് എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ കിഴക്കോട്ട് നോക്കി പഠിക്കുന്ന കുട്ടികൾ ഓക്കെ അപ്പോൾ അവർക്ക് അങ്ങനെ ഇവരെല്ലാവരും കൂടെ കൂടി ഡിസ്കസ് ചെയ്തപ്പോഴേക്ക് ഇങ്ങനെ വേണ്ടാന്ന് തീരുമാനിച്ച് ഈ ബിൽഡിംഗ് മൊത്തം പൊളിച്ചു. എന്നിട്ട് എല്ലാം കിഴക്കോട്ട് മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാക്കിയൊക്കെ. അങ്ങനെ ഒരു ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് വർഷങ്ങളായി. ഒരു +2കാരനായിട്ടുള്ള ഒരു അർജുൻ എന്ന് പറയുന്നൊരു പയ്യന് തോന്നി ഇത് വിഡിത്താണോ എന്ന് അറിയണമല്ലോ. ഈ പയ്യൻ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ മെയിൽ എടുത്ത് അവർക്ക് മെയിൽ ചെയ്തു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞങ്ങളങ്ങനെ ബ്ലൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഫോളോ ചെയ്യുന്നുള്ളൂ, ഞങ്ങളതൊന്നും പ്രൊമോട്ട് ചെയ്യില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് നമ്മുടെ ഒറിജിനൽ പ്രൊഫസറാണ് കേട്ടോ. ഓക്കെ, അന്നേരം പിന്നെ അങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞു, മാഡം എനിക്ക് ഡോക്ടറേറ്റ് ഉണ്ട് ശില്പകലയില്, എനിക്ക് ഓരോ ഓഷ്യനിൽ എത്രയോ ഓഷ്യൻ ഞാൻ എൻ്റെ അടുത്ത് പോയിട്ടുണ്ട്, ബട്ട് ഐ ഡു നോട്ട് പിക്ക് സിംഗിൾ വൺ. ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു ആട്ടുകാരിൽ പോലും കണ്ടിട്ടില്ല, ഇത് തമ്പുരാൻ്റെ ദാനം, ഇസ് മേഴ്സി ഓൺലി, ദിസ് നത്തിങ് ഓഫ് മൈൻഡ്, മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴത്തേന് അങ്ങനെ പറഞ്ഞു, നോ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ലിംഗ നെക്സ്റ്റ് ഇയർ എന്ന് അയാൾ സ്ട്രെസ് ചെയ്തു. ഇറ്റ്സ് എ ജനറസ് പേഴ്സൺ ആൻഡ് എഡ്യൂക്കേറ്റഡ് ആൻഡ് കൾച്ചർഡ് പേഴ്സൺ. ആൻഡ് ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലും ആയി. അത് കഴിഞ്ഞ് 2018 കോൺഫറൻസ് ഉണ്ടായിരുന്നു. ദർ വാസ് എ കോൺഫറൻസ് ഫോർ സയൻറ്റിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ അറ്റ് കുമരകം. അവരെല്ലാവരും ഇവിടെ വന്നു. അവരുടെ റിവ്യൂസ് ആണ് ലാർജസ്റ്റ് പീപ്പിൾ എൻഫോഴ്സിംഗ് മ്യൂസിയം വേൾഡ് റെക്കോർഡ് ആക്കിയത്. ബ്രേക്കബിൾ അല്ല. എന്നാണോ 2004 സുനാമി കഴിഞ്ഞ് എൻവയൺമെന്റൽ റെസ്ട്രിക്ഷൻ വന്നു. Nobody can fetch anything anymore from any ocean. So this has become the first and last museum of India of this type and unique in the world. അതും it is proving തമ്പുരാന്റെ ഗിഫ്റ്റ് ആണ് നാളെ മനസ്സിലാക്കുക. ലോർഡ്സ് ഗിഫ്റ്റ്. ഞാനൊരു ആർട്ട് ഗാലറി പോലും കണ്ടിട്ടില്ല, കലയൊന്നും പഠിച്ചിട്ട്. മുമ്പ് അധ്യാപികയായിരുന്നു അല്ലേ? ഞാൻ ഡിഗ്രി എന്നെ കല്യാണം കഴിച്ചു. I lost my father when I was 11 years old. Got married early. Cling a hand for life. With my elder son, I completed my graduation in B.Ed. With the second baby, somehow managed postgrad. So you can imagine my knowledge and ability is nothing, but the constant companionship of my Lord with me. അതാണ് ഇതെല്ലാം കാണുന്നത്. The mercy of Lord. The mercy of Lord. അതുപോലെ ഒരു കാര്യം ഞാൻ എല്ലാവർക്കും മെസ്സേജ് എന്നും കൊടുക്കുന്നതാണ്. The power of praise, the strength of praise, the reward of praise. എപ്പോഴും അതിന് റിവാർഡ് ഉണ്ട്. നല്ല ഫലം മാത്രമേ ഉള്ളൂ. ദൈവത്തെ വിളിച്ചാൽ നോ എന്ന് പറയല. മേഴ്സിയുടെ കടലാണ് ദൈവം പഠിപ്പിച്ചല്ല അറിയപ്പെടുന്നത്. ഇത് തുടങ്ങിയപ്പോഴും എല്ലാവരും പറഞ്ഞു ഓരോ തെന്നാ ഇറങ്ങിയാലും അത് ശരിയാവില്ല. പക്ഷേ ചാരിറ്റി വർക്കാണ് എൻ്റെ ജീവിതത്തിൽ. എന്നും എന്തെങ്കിലും ഒരു ചാരിറ്റി വർക്ക് ചെയ്യാൻ, ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യാനും, ഇന്ററാക്ടിങ് പീപ്പിൾ ഫ്രം സ്റ്റേറ്റ്സ്, കൺട്രീസ് ആൻഡ് കോണ്ടിനെന്റ്സ്. ഞാനൊരു ഈശ്വരവിശ്വാസിയല്ല, പക്ഷെ ദൈവമുണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്. അതുമല്ല ഞാൻ കണ്ണടച്ചായിരിക്കും ഒരു 5 വർഷം വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ the shadow of my Lord. പക്ഷെ തൊടാൻ പറ്റില്ല. ഈസോ ഓഷൻ ഇനിയും അതേപറ്റി പറയാൻ പിന്നെ എന്നിട്ട് ഇങ്ങനത്തെ വരാം. ഇന്നലെ അയാൾ ഗിന്നസ് ഗൈസ് ഇന്റിമേറ്റഡ് ഓൺലി ബ്രേക്കബിൾ റെക്കോർഡ്സ് ക്യാൻ ബി അവാർഡഡ് ബൈ ഗിന്നസ്. അത് കേട്ടപ്പോൾ ഇത് യുണീക്കാണ്, ഇന്ത്യയിലെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആണെന്നൊക്കെ നല്ല ക്രെഡിറ്റബിൾ ആണെന്നൊക്കെ പറഞ്ഞാലും ഇന്നേ വേ എനിക്കൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. എന്നാന്ന് വെച്ചാൽ ഐ വാസ് എക്സ്പെക്ടിങ് ആൻ ഇന്റർനാഷണൽ എയ്ഡ് ടു പ്രൊമോട്ട് ദ മ്യൂസിയം വിത്ത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ റെഡിയാണ്. മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കടഞ്ഞ ഓരോ ശില്പങ്ങളും, all living species, mammals, birds, reptiles, amphibian species, all mounted underneath the ocean here, you will see here. And they start speaking to you historically, chronologically, as they were the spectators on the beaches of Andaman, narrating the incidents of independence movement, especially the excitement time, with their sound
ഒരു ലയണസ് ഉണ്ട്, ഒരു അറബി എന്ന് പറഞ്ഞ് എത്ര കോടി വരെ വേണമെങ്കിലും നിനക്ക് തരാവുന്ന. ലയണസ് got a very high role to play with the generations. With the sound of a lioness, it has to narrate the incident of independence movement. So how can we sell it, sir? ഇത് കൊണ്ടുവന്ന പാക്കിംഗ് ബോക്സിന്റെ പുറത്ത് പ്ലാസ്റ്റിക് കവറാ പുറത്തേക്ക് വെച്ചിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന് ലോക റെക്കോർഡിലാക്കാമെങ്കിൽ the rest is nothing for Lord. ഒരു നിമിഷം കൊണ്ട് മാറ്റി മാറ്റി. അന്നേരം അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഡിസപ്പോയിന്റഡ് ആയിട്ടിരുന്നപ്പം ഗൂഗിളിന് വലിയൊരാൾ വന്നു. ആ ആൾ വന്നപ്പോഴത്തേന് അങ്ങേരെ സീനിയർ ഓഫീസർ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് യുനെസ്കോയുടെ എയ്ഡ് കിട്ടും. You are eligible to get because this is the first and last museum of India and unique in the world. And ഇതെല്ലാം ഇനി കോടി വർഷങ്ങൾ ഇരുന്നാലും നശിക്കില്ല. അന്നേരം ഇതെല്ലാം കല്ലായിരുന്നു, കണ്ടാൽ തടിയാ അടിച്ചാൽ പറ്റില്ല ആയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ അതിന് അപ്ലൈ ചെയ്തു. Now they will be under processing. If Lord helps, ഇനി നമുക്ക് കാണാം. അല്ല ന്യൂസ് പേപ്പറിൽ വരണം. ഇത് നമ്മുടെ ന്യൂസ് പേപ്പറിൽ വന്നതാണ്. വേൾഡ് റെക്കോർഡ്സ് ആണിത്. അത് വേൾഡ് റെക്കോർഡ്. സാധാരണ ഒരാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതൊന്നുമല്ല. ദാ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലാണ് ആള് കയറിയിട്ടുള്ളത്. ഒരു വീട്ടമ്മയായ ഒരു സ്ത്രീയുടെ കഠിനമായ പരിശ്രമത്തിന്റെ റിസൾട്ടാണിത്. ആദ്യം ആളുകളൊക്കെ ഒരുപാട് പരിഹസിച്ചു, അവരൊക്കെ പിന്നോട്ട് വലിച്ചു. നമ്മുടെ നാടിന്റെ ഒരു രീതി അതാണല്ലോ, ആരെങ്കിലും കയറി വരാൻ സമ്മതിക്കുമോ? ആ ചാലഞ്ചസ് ഒക്കെ ഏറ്റെടുത്തിട്ടാണ് അവരിതൊക്കെ നേടിയെടുത്തിരിക്കുന്നത്. അമ്മായിയമ്മയുടെ കൂടെ വീടും ഒക്കെ പണിഞ്ഞ് വൃത്തിയാക്കി കഞ്ഞിയും കറിയും വെച്ചിട്ട് അടുക്കളയിൽ ഇരിക്കാൻ മടിച്ചിട്ട് കുറച്ച് വേരുകളുമായിട്ട് മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടിയിട്ട് വന്നെന്ന് പറഞ്ഞ മിടുക്കിയായ വനിതയാണ്. കണ്ടോ, വേൾഡ് റെക്കോർഡിട്ട് നിൽക്കുകയല്ലേ ചിരിച്ച്. നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തെ ഓർത്തു പോകുന്നു ഈ സമയം ഒരിക്കൽ കൂടി. മൈ ഐലൻഡ് ആണോ ഉമ്മൻ? ഒരു മിനിറ്റ്. This is the stepping stone for the future promotion of the museum. അത് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു. കറക്റ്റ്, ഫ്യൂച്ചറിലായി അല്ലേ? തിരകൾ തീർത്ത ശില്പങ്ങൾ. ഇതാണ് 1 കോടി രൂപ തരാമെന്ന് അറബി പറഞ്ഞിട്ടും കൊടുക്കാത്ത ലയണസ് ശില്പം. വേസ്റ്റ് പൗഡർ കൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആൻഡമാനില് പേൾ ഫാക്ടറിയുടെ വേസ്റ്റ് പൗഡർ എടുത്തോണ്ട് വന്നിട്ട് അതുകൊണ്ടാണ് അത് എഴുതിയിരിക്കുന്നത്. മനസ്സിലായി? പിന്നെ കടലോട്ടൊന്നുമില്ല, ചെറിയ ചിപ്പിയും പൊടിയും ഒക്കെ കൂടെ ഇത് ഇടയ്ക്ക് വെച്ചത്. മനസ്സിലായി? ഇത് ഇതിൽ നിന്നൊക്കെ വേണ്ടാത്ത ഭാഗം മുറിച്ച് മാറ്റി ഒരെണ്ണം വെച്ചിരിക്കുക. എന്നോ സ്റ്റുഡൻസ് ഗ്രൂപ്പ് വരും. ഇത് പിന്നെ 2 ആഴ്ച മുമ്പ് ബോംബെ പബ്ലിക് സ്കൂളിൽ നിന്ന് ഇവിടെ വന്നായിരുന്നു 67 സ്റ്റുഡൻസ്. മനസ്സിലായി? 67 സ്റ്റുഡൻസ്. അന്നേരം അവര് റിസർച്ച് ചെയ്യാൻ വന്നതോ അതോ വെറുതെ ഒന്ന് കാണാനോ? അല്ല, ഇത് ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷന്റെ വിങ്ങിലുള്ള മിനിസ്ട്രിയുടെ ഒരാൾ ഇവിടെ വന്നായിരുന്നു. അങ്ങേര് വന്നു കഴിഞ്ഞിട്ട് അങ്ങേരുടെ ഇതുവഴിയാണ് ഇവരൊക്കെ ഒത്തിരി ഇപ്പം ഇതെല്ലാം ദൈവം. ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരു വല്ലാത്തൊരു അഭിമാനം തോന്നുന്നു അല്ലേ നമ്മളെടുത്ത എഫേർട്ടിന്. എന്റെ എഫേർട്ടൊന്നും അല്ല, ഡയറക്ഷൻ അങ്ങേരുടെ പാർട്ടിൽ കൂടെ നടന്നു പോവുക. ഇനി ഇച്ചിരി കാര്യങ്ങളും കൂടെ ചെയ്യാറുണ്ട്. എന്നെ ദൈവം നടത്തിക്കൊണ്ടിരിക്കും. മാഡം ഒന്നും കൂടി. ഇത് തടിയാണെന്ന് നമുക്ക് തോന്നുന്നതാണ് അല്ലേ? പക്ഷേ ഇത് കല്ലായിട്ട് മാറി. സയന്റിഫിക്കലി അവർ പറയുന്നത് when it was fallen into the ocean it was wood. Now it is called petrified wood or fossilized wood. It's for millions of years, for generations.
ഒരു ചെറിയ സുനാമി അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ആയിരങ്ങൾ വന്ന അടി ആ ദ്വീപിൽ കിട്ടും. You see the head of an animal molded underneath the water taking century. ഒരു മൃഗത്തിന്റെ തല ഉണ്ടായിരിക്കുന്നുണ്ടോ? ഒരു മൃഗത്തിന്റെ തല ഉണ്ടായിരിക്കുന്നുണ്ടോ? പക്ഷെ ഫുൾ ഫിഗർ ആണെങ്കിലേ നമ്മൾ ഇതുപോലെ എക്സിബിറ്റ് ചെയ്യുള്ളൂ. ഇതൊരു ഫുൾ ബേർഡാ, അതുകൊണ്ട് ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നു. ഇത് ഫുൾ സുഭാഷ് ചന്ദ്ര ബോസാ, അതുകൊണ്ട് എക്സിബിറ്റ് ചെയ്യുന്നു. ഒരു മുറിത്തലയാണ് ഇവിടെ വെക്കാൻ പറ്റുമല്ലോ. അങ്ങനെ മുഴുവനുമായിട്ട് 1000-1 അല്ലെങ്കിൽ 2 കാണുള്ളൂ. അത് നമ്മുടെ വിഷണി വരണം. ഒത്തിരി നേരം വായ്പ നോക്കി മുതൽ വിട്ടു പോകും. When he was going for inspection, I could be in time to fetch this thing. So Lord had arranged even conveyance for me to reach there. And I was a champion when I was a student. 8th class champion I was. പക്ഷേ നമ്മൾ ഈ റൂറൽ സ്കൂളിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല. ദൈവം വേറെ ആർക്ക് മെസ്സേജ് കൊടുക്കാതെ മാഡത്തിന് മാത്രം പറയാനോ? എന്താണെന്നറിയോ, എൻ്റെ അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും മനസ്സിലായി. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുള്ളേ, ഞാനല്ലോ ഈ പത്രത്തിലൊക്കെ പേര് വരും, ഈ നല്ല അത്ലറ്റ്സിൻ്റെയൊക്കെ ഇത്. അന്നൊക്കെ എനിക്ക് വിഷമം. ഞാൻ അത്ലറ്റാണ്, കോൺഫിഡൻ്റ് ആണ്. 400 മീറ്ററൊക്കെ ഓടുമ്പോൾ രണ്ടാമത് വരുന്നവർ എന്നെക്കാളും സർക്കിൾ കുറയില്ലായിരുന്നു, അത്ര സ്പീഡ് ഓടുമായിരുന്നു. പക്ഷേ എനിക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകാനോ സ്റ്റേജിൽ കോമ്പീറ്റ് ചെയ്യാനോ ഒന്നുമില്ല. കുടുക്ക് സ്കൂളിൽ പഠിച്ചു, കുടുക്ക് ജീവിതമായിരുന്നു സൈഡിൽ. അന്നെല്ലാം ഞാൻ ഫീൽ ചെയ്യുന്നത് ഈ മൊബൈലൊന്നുമില്ല, പത്രത്തിൽ വരും പറഞ്ഞു. അന്നേരം എൻ്റെ അമ്മയോടെയും പറഞ്ഞു ഞാൻ ഏറ്റവും നിർഭാഗ്യം വരും. അന്ന് എൻ്റെ അമ്മ പറഞ്ഞു, വെള്ളം എത്ര പൊങ്ങിയാലും വള്ളം വെള്ളത്തിന് മുകളിലായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ഈ വേൾഡ് റെക്കോർഡ് ആക്കി ഞാൻ അനുമോദനം തന്നിരുന്നു. അന്ന് ഞാൻ അവിടെയത് പറഞ്ഞു. റോമർ 9:16 പറയുന്നുണ്ട്, എവറിത്തിങ് ഈസ് ഓൺലി വിത്ത് ദ മെർസി ഓഫ് ഗോഡ്. അത് പറഞ്ഞ് അവിടെ പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞ കാര്യം എനിക്ക് സങ്കടപ്പെടുന്നത്. സോ ലോർഡ് ഈസ് ഫാർ സൈറ്റഡ്. So he wanted me to be the curator of the museum, unique in the world. So he stopped me from other people. So ഞാൻ അതിലാണ് ഇത് പഠിക്കാൻ പറ്റും. It's not easy for everybody to drive it. And ഇത് ഇവിടെ കാണുമ്പോൾ see the order. ഇത് വേറെ തരത്തിലാണ് വെള്ളത്തിൽ കിടക്കുന്ന വിത്ത് അൺവാണ്ടഡ് ഏരിയ. അപ്പോൾ അൺവാണ്ടഡ് ഏരിയ എല്ലാം ആക്സോപ്ലൈറ്റോട് കളഞ്ഞിട്ട് മങ്കി മാത്രം മേശപ്പുറത്തിരിക്കുന്നില്ല. മനസ്സിലായി? മേശപ്പുറമല്ല, പാക്കിംഗ് ബോക്സിൻ്റെ പ്ലാസ്റ്റിക് കവറിൻ്റെ പുറത്ത്. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പറഞ്ഞത് മങ്കിയാണ് എന്ന് പുറത്തുള്ള ഒരാൾക്ക് മനസ്സിലാകില്ല. ഇല്ല, പക്ഷെ മങ്കി ആണെന്ന് ഒരു രൂപഭംഗി മനസ്സിലായത് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്താലേ ഹാർബറിൽ ചെല്ലുള്ളൂ. ഇത് കണ്ടോ, അവിടെ മാംഗ്രോ ഫോറസ്റ്റിന്റെ പടം കണ്ടോ? അതല്ല ഇത് മനസ്സിലാക്കണം. ജീസസിന്റെ ലൈറ്റിന്റെ തൊട്ടപ്പുറത്ത് മാംഗ്രോ ഫോറസ്റ്റ് കണ്ടോ? അത് ദ്വീപുകൾ അടുത്തുണ്ടെങ്കിൽ ഷാലോ വാട്ടർ ആണെങ്കിൽ തിക് ഫോറസ്റ്റ് ഓഫ് മാംഗ്രോസിന്റെ മുകളിൽ അതിന്റെ അടി കിടക്കുന്നുണ്ടോ? വളരെ കിടക്കുന്നുണ്ടോ? ആ വേരിന്റെ മനസ്സിലായോ? അതുകൊണ്ട് ഇതിന് പുറകിൽ ഒത്തിരി സ്ട്രെയിൻ ഉണ്ട്. പിന്നെ എൻ്റെ 2 കുഞ്ഞുങ്ങളുമായിട്ടാണ് ഞാൻ പഠിക്കുന്നത്. പറഞ്ഞില്ല, എല്ലാം ദാനമാണ് ദൈവത്തിൻ്റെ. ആൻഡ് ഇത് ടോട്ടലി ഹോളോ ഉണ്ടോ? പക്ഷെ എൻ്റെ വെയിറ്റ് നോക്കിയ വെച്ച് ഒരാണി പോലും ഇത് കയറുകയല്ലോ. because it is fossilized. ലിങ്കായി കയറി സയന്റിസ്റ്റ്, ആർക്കിയോളജിസ്റ്റ്, ജിയോളജിസ്റ്റ് എല്ലാം സർട്ടിഫൈ ചെയ്യണം. മനസ്സിലായോ? ലിങ്കായി റെക്കോർഡ് ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഡൗട്ടുകൾ മാറ്റം വരികയില്ല. ആൻഡ് ദർ ഇസ് പ്രൂഫ് ദാറ്റ് വി സ്റ്റേഡ് ഇൻ അഡ്വാൻസ് ഫോർ 31 years. ഞങ്ങളുടെ പെൻഷനും എല്ലാം ആവുന്നില്ല. സോ ദർ ഇസ് റെക്കോർഡ്. ആൻഡ് ഇൻ സയന്റിസ്റ്റിന് എല്ലാം അറിയാം. ഇൻ ഇന്ത്യ ഓൺലി ഫ്രം ആൻഡമാൻ വി ആർ ഏബിൾ ടു കളക്ട് fossilized this country. Rosewood has to fall off. There must be islands to block it. There must be earthquake and small tsunamis to bring it up from underneath the seabed. Be in time to fetch with vision. And now we start with the first in the line. Okay. മുഴുവൻ നിങ്ങൾ എടുക്കരുത്.
ഇച്ചിരി ഇടയ്ക്ക് വിടണേ, കുറച്ച് എടുത്ത്. Now you start from here. അത് കഴിഞ്ഞായിരുന്നു. അങ്ങേര് പറഞ്ഞ് ലൈറ്റ് ആൻഡ് സൗണ്ട് ആക്കുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഐ വിൽ ഡു ഓൾ ദ ഹെൽപ്പ്. നായക്കൊക്കെ ഭയങ്കര ഹൂവർ ഇസ് കമ്മിങ് ദേ ആർ ഇംപ്രസ്. അത് വെച്ച് കണ്ടല്ലേ. പിന്നെ കേരള ടൂറിസത്തിൻ്റെ കണ്ടോ, അത് കേരള ടൂറിസത്തിൻ്റെ ഹാഫ് ആൻ അവറോളം ഉണ്ട്. മാർച്ച് 8 കണ്ടിരുന്നു. അതൊരു പെൻഗുനെ കാണിച്ചോണ്ട് ആദ്യം തുടങ്ങുന്നത്. ഞാനൊരു ഫെമിനിസ്റ്റ് കൂടിയാണ്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു ആഗ്രഹം തോന്നി ഒന്ന് മീറ്റ് ചെയ്യുന്നത്. ട്രഷർ കുമരകം, ട്രഷർ ട്രോവ് ഓഫ് റസ്റ്റിക് എക്സ്പീരിയൻസസ് എന്ന് ആയിരിക്കണം. ദെൻ യു വിൽ സീ ഇത് ഫിഷിങ്, പാഡി ഫീൽഡ് കൾട്ടിവേഷൻ, ആൻഡ് പാ കൊല്ലുന്നത് എല്ലാം ഉണ്ട്. ആൻഡ് അതെല്ലാം 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ബേർഡ് സാഞ്ചുറി ഉണ്ട്, എല്ലാം 5 മിനിറ്റ് 10 മിനിറ്റ്. പക്ഷെ നമ്മുടെ മ്യൂസിയം ഓൾമോസ്റ്റ് ഓൾ എക്സിബിറ്റ്സ് വിത്ത് മൈ ഡെമോ ഈസ് ഡെയർ. ഇത് കേരള ടൂറിസം കോവിഡിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ജടിപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ടിരുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഡോ. Could you see? Doe with one feather is up. Could you see the head of an animal there at the tip of that root in the ocean? Kando? Like that, this was at the tip of another root like that. So to have this, that much I had to drag. Could you understand? Kilometers. So 1 or 2 only we are able to have after one hit. Because only the sculpted one must be dragged. So vision is the main thing to fetch it. അല്ലെങ്കിൽ വേസ്റ്റാണ് ഇത്. ചില ആളുകളൊക്കെ എപ്പോഴെങ്കിലും ഒരു ബീച്ചിലൊക്കെ പോയി വല്ലതും കിട്ടിയാൽ എന്നെ ചിലപ്പോൾ വിളിക്കും, മാഡം ഇതിൽ നിന്ന് എന്നാ ആവും, ഞങ്ങൾക്ക് ഈ ഓർമ്മയ്ക്ക് വെക്കാനാണ് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. മലയാളീസൊക്കെ വലിയ ആളുകളൊക്കെ. ഞാൻ ചെന്നപ്പോൾ ഒന്നുമില്ല അതിനകത്ത്, ചുമ്മാ വലിച്ചോണ്ട് വന്നിട്ടില്ല. അങ്ങനെയൊന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഇത് കല്ലല്ലേ, നമുക്കൊന്നും അതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സ്കൾപ്റ്റഡ് വൺ വിത്ത് അൺവാണ്ടഡ് ഏരിയ മസ്റ്റ് ബി കളക്റ്റഡ്. ദാറ്റ് ഈസ് വിത്ത് ദ പ്രസൻസ് ഓഫ് ലോർഡ് വിത്ത് വിഷൻ. And this is the facial marks of the young monkey. Could you see the facial marks? Mouth mark, eye mark, layer of the hair and tail. Kando? It's a parrot. It's a parrot. എല്ലാം കല്ലാണ്, ചെറുതാണെങ്കിലും കല്ല. ഇവിടെ ഇത് പ്ലാറ്റ്ഫോം തടിയെ ഒട്ടിച്ച് വെച്ചിരിക്കുക. ഞങ്ങൾ ടു മേക്ക് എ മിനി മ്യൂസിയം, സ്മോൾ ഐഡിയ ഓഫ് എ ടീച്ചർ. ഇതിനകത്ത് 140 ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിന് മാത്രം കുറച്ച് അടിക്കുമ്പോൾ ഡ്രമ്മിൻ്റെ ശബ്ദമുണ്ട്. അത് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു കോൾ എന്നാണ് പറഞ്ഞത് സയൻറ്റിസ്റ്റ്. 1 സെഞ്ചുറി പോലും വേണ്ട, വെള്ളത്തിലായിരുന്നെങ്കിൽ കരിയായതിന്. ആൻഡ് ഇറ്റ്സ് എ പാരറ്റ്, ദാറ്റ്സ് ആൻ ഔൾ, നത്ത്. Could you see the black ant? ചൊട്ടൻ ഉറുമ്പ് വാല് പൊക്കി പിടിച്ചിരിക്കുക ഉണ്ടോ. And its male puppy, that's bear. Could you see the snake? Could you see the rhino with the natural eye mark on both the sides? Rendu vasham undo. And the bird with the natural eye mark. And the elephant with the natural eye mark. And this is our left palm and thumb finger. Could you imagine? Thalla veralum baaki. Left palm and thumb finger. And this is seen as a typical tree drawn by an artist. The left out part of a huge root, all the rest decayed and perished. It's for millions of years. And on a platform, each living species examines to make a mini museum, a small idea of a teacher. And from there, we are going to see the museum wide. Please come here. Now you stand behind. In the wood, can you see the penguin? Out in the scientists are having the view that each curve denotes a century in the ocean. ഒരു വർഷത്തിൽ 1 millimeter വെള്ളത്തിന്റെ ലെവൽ സമുദ്രത്തിൽ കൂടുള്ളൂ. So it took centuries to uproot a tree and centuries in the ocean. അങ്ങനെ ഇതൊക്കെ ആകുന്നു. It's a chameleon. പറയുന്നുണ്ട്. Could you see how many branches chopped? 1, 2, 3, 4, 5, 6, 7, 8.
9, 10 and more branches. So you can imagine with 13 branches, its posture was entirely different. That time chameleon must be in your vision. Then only you can fetch it. Out of 1,000, one chameleon. And this is the slice of a cancerous growth of the rosewood. Diseased wrinkled part and discolored part of cancerous growth. If cancerous growth is this big, how big the tree would be, you can imagine. And it is kept over the root from the ocean. Could you see the baby crocodile is pee-pee, a bird and a tulip bud. All the rest decayed and perished. ഫുഡ് കല്ലാണ് നൂറ്റാണ്ടുകൾ ഉപ്പുവെള്ളത്തിലും വയലിൽ സീസണിങ് ചെയ്താൽ മനസ്സിലായി. ഇനിയും വെള്ളത്തിൽ പിന്നെയും കിടന്നിരുന്നെങ്കിൽ കരിയാവും, പിന്നെ അത് ഗോൾഡ് ആവും. ജസ്റ്റ് അങ്ങനെ ഒരു കാണിച്ചു ഇതിനകത്തൊന്നും പിന്നെ ഒന്നോ രണ്ടോ എണ്ണം മനുഷ്യന് ചെയ്യാൻ മേലാത്തതിനകത്തുള്ളത് കാണിച്ചു തരാം. അത് മാത്രം എടുത്ത് കാണിക്കാം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. കൃത്യമായിട്ട് അറിയണമെങ്കിൽ അതിന്റെ ഷാഡോ നോക്കുക. മാം പറയൂ. Look at the cap and suit of Subhash Ji, molded underneath the water, taking centuries. Look at the shadow's mouth, giving a talk to the audience, march to Delhi. Now you see this. 3 projections like human heads. First is out by the gun of the Indian soldier, standing nearby Himalaya mountains. By the first gun, first head is dead. Aiming at the second head, but even the enemy died, he is in tears. Human feeling. Could you see natural eyeball and natural tears? Third head is on the line. Himalaya mountains, Indian Air Force plane and bombs are falling. നമുക്കൊരു ഫ്ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. India Pakistan war scene either. മനസ്സിലായി. ഇതിന് ഇച്ചിരി കണക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, അത് റിമൂവ് ചെയ്തു. സോ ഫസ്റ്റ് ഹെഡ് ഈസ് ഡെഡ്. കാർഗിൽ വാർ ആണേ. And tell me who she is. The world famous wrinkle lady's face with a veil. Can you name the lady who she is? I cannot see anything. You see the mouth, facial marks, boundary of the head and the veil of the mother. World famous wrinkle lady's face with a veil. Can you name the lady who she മദർ is? തെരേസ. Very good. Yeah. അല്ല, ഞാൻ കേട്ടില്ല നീ പറഞ്ഞത്. അല്ലല്ല അങ്ങനെ നോക്കിയപ്പോ എനിക്ക് ഫീൽ ചെയ്തതാണ്. അൽബേനിയയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോറിനേഴ്സ് വന്നായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവർ ഓടി വന്ന് തൊട്ടിട്ട് പറഞ്ഞു ഷീ വാസ് ബോൺ അറ്റ് അൽബേനിയ ഇൻ അവർ സിറ്റിയിൽ. അങ്ങനെ അൽബേനിയ സിറ്റിയിൽ അവരുണ്ടായെന്ന് ഞാൻ പഠിച്ചത്. പ്ലീസ് ഡൗൺ ആൻഡ് ദ ബേബി ഓൺ ദ ടോപ്പ്. മനസ്സിലായി? Okay. And the tribal hungry Jarawa lady of Andamans. The bow, arrow and the basket. I had been to their community hall with the jam and bread. With the jam and bread. And after having jam and bread, they are so fond of red color and sweet. So they give me the gift.
the basket and bow and arrow. ഇവിടെ വരുന്നതിന് മുമ്പ് ഇത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എന്തോ ഒരു മ്യൂസിയം, നമുക്ക് കുറച്ച് ടൈം പോകണമായിരുന്നു. അപ്പൊ അങ്ങനെയൊന്ന് കാണണം. പിന്നെ മാർച്ച് 8-ാം തീയതി മാമിന്റെ ചെറിയൊരു ഷോർട്സ് ആണ് കണ്ടത്. മാർച്ച് 8. അപ്പോ സ്ത്രീകളെ വിമൻസ് ഡേ. അപ്പോ സ്ത്രീകളെ ഒരുപാട് അബലകളാണ്, ദുർബലകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വെറും ഒരു പേറിയന്ത്രം മാത്രമാക്കി വീട്ടിലിരുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ നിങ്ങളൊരു ഇൻസ്പിറേഷൻ ആണെന്ന് എനിക്ക് തോന്നി. 26 വർഷം പഠിപ്പിക്കാൻ പറ്റിയിരുന്നു. അപ്പോഴാണ് എനിക്കൊന്ന് കാണണമെന്ന് തോന്നിയത്. കാരണം ഒരു സ്ത്രീയുടെ എഫേർട്ടാണല്ലോ ഇതിന്റെ പിന്നിലെല്ലാം. ഒരുപക്ഷെ ഒരു ശില്പം ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല, എന്തോ ഒരെണ്ണം കിട്ടി, വളരെ എഫേർട്ട് എടുത്ത് ടൈം എടുത്ത് ഓടി അവിടെ എത്തുന്നു, വലിച്ച് കരയ്ക്ക് കൊണ്ടുവന്നു. പിന്നെ ഇതിനൊരു രൂപം നൽകുന്നത് നിങ്ങളാണ്. രൂപം ഉള്ളതാണ് നമ്മൾ. അതെ, അല്ല, ഇതെന്താണ് എന്ന് ഇമാജിൻ ചെയ്യുന്നത് നിങ്ങളാണ്. ഇപ്പോ മാഡം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നപ്പോഴാണല്ലോ ഞങ്ങൾക്ക് ഇത് മനസ്സിലായത്. രൂപം was there, but it has become alive by removing the unwanted areas. അതാണ്. അപ്പൊ ഇതിന്റെ അൺവാണ്ടഡ് ഏരിയാസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് ആക്ച്വലി അത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. അതെ അതെ, എന്തായാലും ഒരു പ്രൈസ്ലെസ് എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ. ശരി, എന്താണ് മാമിന് പറയാനുള്ളത്? ഒരു 2 മിനിറ്റ് ഒന്ന് സംസാരിക്കും. നിങ്ങളുടെ എഫേർട്ടിന് ഞങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കണ്ട് വളരെ സന്തോഷം. നമ്മൾ എന്ത് പ്രയത്നം ചെയ്താലും അതിന് ഫലം തരുന്ന ആരാണ്? My Lord, only due to His mercy, everything has happened in my life. കർമ്മമാണ് ഫലം നിശ്ചയിക്കുന്നത്. And whenever I call, I have been rewarded from my Lord. That message I have to tell you. നമ്മുടെ നാട്ടിലെ സ്ത്രീകളോട് പറയാൻ എന്ത് മെസ്സേജാണ് മാഡം ഉദ്ദേശിക്കുന്നത്? ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അവരിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള കഴിവുകളുണ്ട്. മറ്റുള്ളവർ ഡിസ്കറേജ് ചെയ്താലും when you are determined, you go ahead and you will hoist the flag of victory. ആരൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചാലും ശരി, നമുക്ക് വലിയ ഒരു വിജയമുണ്ട്. അവിടെ എത്തുന്നത് വരേക്കും നമ്മൾ അങ്ങോട്ട് പ്രയത്നിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പിൻവിളികൾ ഉണ്ടാകും, അല്ലെ, പരിഹാസങ്ങൾ ഉണ്ടാകും, കളിയാക്കലുകൾ ഉണ്ടാകും. അതിനെയൊക്കെ പ്രതിരോധിച്ച് നമ്മൾ മുമ്പോട്ട് പോകുക. തീർച്ചയായിട്ടും ഈ എടുക്കുന്ന പെയിനിന് നാളെ ഒരു ഗെയിൻ ഉണ്ടാകും. ഹാർഡ് വർക്ക് വിൽ ബി റിവാർഡഡ്. And daily some charity work we are doing. A day is done with a purpose, even though we are old. എത്രയോ സ്ത്രീകള് ജീവിക്കാൻ വയ്യ, ഭർത്താവ് ഉപേക്ഷിച്ചു, അതല്ലെങ്കിൽ കുട്ടികളുണ്ട്, ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് പറ്റുന്നില്ല. അപ്പൊ ഇവരൊക്കെ ഡിപ്പെൻഡഡ് ആണ് എപ്പോഴും ഭർത്താവിനെ. അപ്പൊ ജീവിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുണ്ട് എമ്പാടും. ഇന്ന് അതിന്റെ ആവശ്യമുണ്ട്. എനിക്കൊരു ഇൻകം ഇല്ല, എനിക്ക് അധ്വാനിച്ച് പോറ്റാൻ ഒരു പുരുഷനില്ല എന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്ന കാര്യമില്ല ഇന്ന്. എന്താണ് അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന സ്ത്രീകളോട് മാഡത്തിന് പറയാനുള്ളത്? മലയാളത്തിലൊന്ന് പറഞ്ഞു, നമ്മുടെ ബ്ലോഗേഴ്സ് ഒക്കെ മലയാളം, സബ്സ്ക്രൈബേഴ്സ് മലയാളമാണ്. കഠിന പ്രയത്നം ചെയ്യാൻ മനസ്സ് വെച്ചാൽ ഏത് സ്ത്രീക്കും എവിടെയും ഷൈൻ ചെയ്യാൻ പറ്റും. ഇതിൽ കൂടുതൽ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് എന്താണപ്പാ, എവിടെ നിന്ന് കിട്ടാനാണ്? ഇതെന്താ മുതല്, കണ്ടില്ലേ? അപ്പൊ ആര് എപ്പോ കോട്ടയത്ത് വന്നാലും ഉറപ്പായിട്ടും ഒരു 2 മിനിറ്റെങ്കിലും, നിങ്ങൾക്ക് ഇത് മൊത്തം കാണാൻ സമയമില്ലെങ്കിൽ പോലും ജസ്റ്റ് വന്ന് ഈ രത്നത്തെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകണം. ഒന്നും അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടെടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് ആണ്. നമ്മളൊന്ന് വന്ന് കണ്ട് ഒന്ന് സന്തോഷത്തോടെ ഇരിക്കുമ്പോ ഈ മുഖത്ത് വിരിയുന്ന ചിരി കണ്ടോ, ഒരുപാട് എടുത്ത പെയിനിന്റെ റിസൾട്ട് ആണ്. അമ്മയുണ്ട്, ബ്രദർ ഉണ്ട്, വീട്ടിൽ കുറെ ലയബിലിറ്റീസ് ഉണ്ട്, അവരെ നോക്കണം. കിട്ടുന്ന പെൻഷൻ കൊണ്ട് മതിയാകുന്നില്ല. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കേണ്ട ആളല്ല. ഞാൻ വിചാരിച്ചാൽ നല്ല രൂപത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അമ്മയോട് എപ്പോഴും പറയും, ഞാൻ നിരാശയാണ്, ഞാൻ വെറും അൺലക്കി ഗേൾ ആണെന്ന് പറഞ്ഞിരുന്ന ആള് ഇപ്പോൾ എവിടെ എത്തിയെന്ന് നോക്ക്. ഓക്കെ, താങ്ക് യു. കണ്ടതില് വളരെ സന്തോഷം. എപ്പോഴും നമ്മുടെ പാർട്ട്ണർ നന്നായിരിക്കണമെന്നാണ് മാഡം പറഞ്ഞത്. He is very knowledgeable, hardworking and very helpful in my life to come up to my studies, for my service and to bring up my children
and to come up in this field also. When he is cooperative and knowledgeable and hardworking, always when the sun is there, shadow is only coming to me. I am shining with his shadow through Lord. That's all. ഇതിൽ And കൂടുതൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് അല്ലേ? ദൈവത്തോട് തുല്യമായിട്ടാണ് ഹസ്ബൻഡിനെ പറയുന്നത്. next to my Lord, Lord is greatest. Next to my Lord. ഈ ഭാര്യയെ കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ടോ? He has given me. ഒരു രണ്ട് വാക്കൊന്ന് പറഞ്ഞു ഭാര്യയുടെ എഫേർട്ടിനെ കുറിച്ച്. പിന്നെ യങ് ഡേയ്സിലെ എൻ്റെ ബ്രദറായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. എവിടെ പോയാലും എന്നെ കൂട്ടുമായിരുന്നു. മറ്റേ പെൺപിള്ളേരെ ആരും കൂട്ടത്തിൽ കൊണ്ടുപോകില്ലായിരുന്നു. അതൊരു വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. മനസ്സിലായി? വീട്ടിൽ നിന്നാണ് എന്റെ യങ് ഡേയ്സിൽ എനിക്ക് ഇൻസ്പിറേഷൻ തന്ന മുഴുവനും എന്റെ ബ്രദറാണ്. അച്ചാത്തിന് പേടി ഉള്ളിടത്ത് പോയാലും എന്നോട് പറയല്ല അച്ചാത്തിന് പേടിയാണ്, ഒന്നും പേടിക്കേണ്ട കാര്യം ഒന്നും പേടിക്കണമെന്നേ പറയുള്ളൂ. സോ ഹിസ് ഇൻസ്പിറേഷൻ and his motivation, and wherever he was going he used to take me, even to play volleyball, football, and he used to keep me as a goalkeeper. Yeah. So we were climbing on the fruit trees and plucking fruits, and he used to inspire me. And that way I used to. So his inspiration in my childhood, and after my marriage, my husband's inspiration and cooperation and his help, everything. പിന്നെ എൻ്റെ പിള്ളേരൊന്നും എതിരല്ല. അമ്മയ്ക്ക് സ്വാതന്ത്ര്യം വേണം, അമ്മ വളർന്നു വരട്ടെ, അമ്മയുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പറയുന്ന എൻ്റെ മക്കൾ. കണ്ടതിൽ വളരെ സന്തോഷം. ഇനി വരുമ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ വരും. So may God help us to meet again to see the promoted museum with the light and sound. എന്റെ ദൈവം ചെയ്താനാണ് ബിലീസ്. അയാളെ കൂടെ ഉണ്ട്. അതെല്ലാം മാറും. നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ഒരു സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ എനിക്ക് അതിനെക്കാട്ടും ഏറ്റവും ഇഷ്ടം ഇലീസിനെ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അവളെ. എനിക്ക് ചെറുപ്പം തൊട്ട് ഞാൻ പറഞ്ഞില്ലേ 11 വയസ്സിൽ I lost my father. Then Lord has become my യേശു അപ്പച്ചനായി മാറി. സോ എൻ്റെ പ്രോബ്ലംസ് ആണ് എന്നെ ദൈവത്തോട് അടുപ്പിച്ചത്. മനസ്സിലായോ? സോ ഗോഡ് ഹാസ് ബിക്കം ക്ലോസർ ടു മീ. എന്റെ പ്രോബ്ലംസ് ദൈവത്തിൽ നിന്നും എന്നെ അകറ്റി. രണ്ടുപേരുടെയും വിഷ്വൽ my Lord has come closer to me now, and I can see him well. He is always moving with me, guiding me. എന്റെ ദൈവം എന്നെ ആട്ടി ഓടിച്ചു. പണി നിൽക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പോയി. ശരി, നമ്പർ